പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെടിയൊക്കെ നട്ടു വളർത്താൻ ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പലർക്കും മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിർമ്മിക്കാനായിട്ട് പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ചെടിച്ചട്ടിയിലെ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കും. അതിനുശേഷം ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിന് മുകളിലായി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഒഴിക്കൽ നിർത്തും. അപ്പോൾ നമുക്കിത് പ്രോഗ്രാം ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ആർഡിനോ യൂണോ ബോർഡ് വേണം. ഇതാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ബ്രെഡ് ബോർഡ് വേണം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബോർഡിലായിരിക്കും നമ്മുടെ കമ്പോണൻസ് കുത്താനായിട്ട് പോകുന്നത്. കുറച്ചും കൂടെ നീറ്റായി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു സോയിൽ മോയ്സ്ചർ സെൻസർ വേണം. ഇതാണ് അതിൻ്റെ കൺട്രോൾ ബോർഡ്. ഇതാണ് നമ്മുടെ സെൻസർ. ഈ ഒരു സെൻസറായിരിക്കും നമ്മൾ നമ്മുടെ മണ്ണിൽ കുത്തിവെക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്കൊരു ടിപ്പ് 32C എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ വേണം. ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പമ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ആർഡിനോയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പമ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു 1K റെസിസ്റ്റർ വേണം. അപ്പോൾ നമ്മുടെ ആർഡിനോയിൽ നിന്ന് വരുന്ന സിഗ്നൽ ഈ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് വോൾട്ടേജ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു DC 5 വോൾട്ട് പമ്പ് വേണം. ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വാട്ടർ ചെടിയിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കൊരു ഹോസ് വേണം. ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ പമ്പിൽ നിന്നുള്ള വെള്ളം ഈ ഒരു ചെടിയിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ജമ്പർ വയേഴ്സ് വേണം. അപ്പോൾ ഈ ഒരു സിസ്റ്റമൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ജമ്പർ വയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ആർഡിനോ ബോർഡ് കോഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആർഡിനോ IDE ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആർഡിനോ ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോർഡ് ആദ്യം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇവിടെ സെലക്ട് അനദർ ബോർഡ് ആൻഡ് പോർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബോർഡിൻ്റെ പേരടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ യൂണോ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണോ എന്ന് അടിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആണ്. ഇനി ഞാൻ എൻ്റെ പോർട്ട് 10 സീരിയൽ പോർട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോർട്ട് കാണുന്നില്ലെങ്കിൽ ഷോർട്ട് പോർട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഓൾറെഡി കാണിച്ചു. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആർഡിനോ IDEയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആർഡിനോ IDEയുടെ 2.0 വേർഷനാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വ്യത്യാസം. നിങ്ങളുടെ പഴയ വേർഷൻ ആണെങ്കിൽ ജസ്റ്റ് പുതിയതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. കുറേ ന്യൂ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ വേർഷനിൽ ഇത്രയും കാര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം കോഡൊന്ന് കമ്പൈൽ ചെയ്യാം. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡൺ കമ്പൈലിംഗ് കാണിച്ചു. കോഡിൽ യാതൊരു തരത്തിലുള്ള എററോ കാര്യങ്ങളോ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ആർഡിനോ യൂണോ ബോർഡ് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ബോർഡ് എടുക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് 2 പീസ് ഓഫ് വയർ വേണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലാക്ക് വയർ എടുത്തിട്ട് ആർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വയർ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവ് റോയിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റെഡ് വയർ എടുക്കാം. എന്നിട്ട് ആർഡിനോയുടെ 5 വോൾട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അത് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് റോയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസർ എടുക്കാം. അപ്പോൾ ഈ ഒരു സെൻസർ നിങ്ങൾ മേടിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേറെ 2 ജമ്പർ കേബിളും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു മോഡ്യൂൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 പിൻ വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു ജമ്പർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ
കണക്ട് ചെയ്യുക. പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആ മറ്റേ ആറ്റം നമ്മുടെ മണ്ണിൽ കുത്തുന്ന ആ ഒരു സെൻസർ പീസിലെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസർ നമ്മൾ വയർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സെൻസറിനെ നമ്മുടെ ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് 2 വയറുകളാണ് ഉപയോഗിക്കുന്നത്, ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, ഒരെണ്ണം VCC, അതിൻ്റെ ഇപ്പുറത്ത് ഗ്രൗണ്ട്, പിന്നെ DO ആൻഡ് AO. അപ്പം നമ്മൾ VCCയിൽ നമ്മുടെ റെഡ് വയർ കണക്ട് ചെയ്യണം. എന്നിട്ട് ഗ്രൗണ്ടിൽ നമ്മുടെ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യണം. നമുക്ക് അനലോഗ് ഔട്ട്പുട്ടാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ AOയിലേക്കാണ് നമ്മുടെ അടുത്ത വയർ കണക്ട് ചെയ്യുന്നത്. അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വോൾട്ടേജ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അനലോഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് മാറും. ഡിജിറ്റൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അനുസരിച്ച്, ഇപ്പോൾ വാല്യൂ അതിൻ്റെ അകത്ത് ട്രിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടായിരിക്കും വരുന്നത്. അനലോഗ് ആണെങ്കിൽ ആ വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ റെഡ് വയർ ഇതിൻ്റെ VCC പിൻ അത് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് റോയിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ബ്ലാക്ക് വയർ ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവ് റോയിലേക്കും കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു യെല്ലോ വയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യെല്ലോ വയർ എന്ന് പറയുന്നതിൻ്റെ AO, അതായത് അനലോഗ് ഔട്ട്, അല്ല AO അല്ല AO. അപ്പോൾ അത് നമ്മൾ നേരെ നമ്മുടെ ആർഡിനോയുടെ A0യിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ കോഡിൽ A0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ A0യിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സോയിൽ മോയ്സ്ചർ സെൻസർ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ ടിപ്പ് 32 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററാണ് വെച്ചിട്ടാണ് നമ്മളിനി നമ്മുടെ പമ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഒരു PNP ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഓരോ ട്രാൻസിസ്റ്ററും അനുസരിച്ചും അതിൻ്റെ പിൻസ് വേരി ചെയ്യും. എല്ലാ ട്രാൻസിസ്റ്ററിലും 3 സെറ്റ് ഓഫ് പിൻസാണ് വരുന്നത്. ഒന്ന് കളക്ടർ, ഒന്ന് ബേസ്, ഒന്ന് എമിറ്റർ. അപ്പോൾ ഓരോ ട്രാൻസിസ്റ്റർ അനുസരിച്ചും ഈ ഒരു പിന്നിൻ്റെ ഓർഡർ മാറുന്നതായിരിക്കും. ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പരന്ന ഭാഗം നമ്മളെ ഫേസ് ചെയ്യാത്ത രീതിയിൽ ബാക്കിലേക്ക് പിടിക്കുക. അതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ, അതായത് എഴുത്തുള്ള ഭാഗം നമ്മൾ നേരെ ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ ആദ്യത്തെ പിന്നാണ് ഇതിൻ്റെ ബേസ്. ആ ഒരു പിന്നായിരിക്കും നമ്മൾ സിഗ്നൽ എടുക്കാൻ ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പിന്നാണ് കളക്ടർ. ആ ഒരു പിന്നാണ് നമ്മൾ പമ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പിന്നാണ് എമിറ്റർ. ആ ഒരു പിന്നിലേക്കായിരിക്കും നമ്മൾ പമ്പിലേക്ക് പോകേണ്ട വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത്, അതായത് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻസർ നമ്മുടെ ബ്രെഡ് അല്ലെങ്കിൽ സെൻസറിലെ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ ബേസാണ്. അപ്പോൾ ആർഡിനോയിൽ നിന്ന് വരെ സിഗ്നൽ നമ്മൾ 5 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ പിന്നിൽ നിന്ന് ഒന്ന് വോൾട്ടേജ് കുറച്ച് ഈ ഒരു സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ഓറഞ്ച് വയർ എടുത്തു. എന്നിട്ട് അതിലേക്ക് കണക്ട് ചെയ്തു. ആ റെസിസ്റ്ററിൻ്റെ മറ്റേ അടുത്തേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു വയർ നമ്മൾ ആർഡിനോയുടെ പിൻ നമ്പർ 3യിലേക്ക് കണക്ട് ചെയ്യണം. അവിടെയാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമ്മൾ കോഡിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൻ്റെ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കളക്ടർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പമ്പ് എടുക്കാം. പമ്പിൻ്റെ പോസിറ്റീവ് നമുക്ക് നടുക്കത്തെ ഇതിലേക്ക് കൊടുക്കണം. ട്രാൻസിസ്റ്ററിൻ്റെ, അതായത് കളക്ടറാണ്, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. പമ്പിൻ്റെ മറ്റേ അറ്റം നമ്മൾ നെഗറ്റീവിലേക്ക് കുത്തുകയാണ്. ഇനി നമുക്ക് വേറെ ഒരു റെഡ് വയറും കൂടി എടുത്തിട്ട് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പിന്നെ, അതായത് എമിറ്റർ, നമുക്ക് നമ്മുടെ പോസിറ്റീവ് റോയിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ട് നമുക്കിനി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ഒരു സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പവർ സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പമ്പിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. സെൻസറിൻ്റെയാണ് പമ്പിൻ്റെ അല്ല, സെൻസറിൻ്റെയാണ് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ കാണാനായിട്ട് പറ്റും. അത് തിരിയുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ തിരിക്കുക. അപ്പോൾ ഈ സൈഡിലേക്ക് പോയില്ല, നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കാം. അപ്പോൾ പയ്യെ തിരിക്കുക. അപ്പോൾ ആ ഒരു റെഡ് LED ഓൺ ആവുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് നോക്കണം. ഇവിടെ ഒരു റെഡ് LED ഉണ്ട്, അത് ഓണായി. അപ്പോൾ അത് ഓൺ ആവുന്നതിന് കുറച്ച് മുമ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ പമ്പിൻ്റെ സ്റ്റേറ്റ് ഓണാണ്. അപ്പോൾ നമ്മുടെ സോയിലിൽ കണ്ടക്ടിവിറ്റി വരുമ്പോഴാണ് ഈ ഒരു 2 ടെർമിനൽ കണക്റ്റ് ആവും. അപ്പോഴല്ലേ നമ്മുടെ ഈ ഒരു സെൻസർ ട്രിഗർ ആവുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഷോർട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ പമ്പിൻ്റെ സ്റ്റേറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇത് മൂവ്മെൻ്റ് ഇല്ല പമ്പിന്. ഇതിപ്പോൾ ഞാൻ ഇത് മര്യാദക്ക് വെക്കാത്തതുകൊണ്ടാണ്. കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു പമ്പിന് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ പമ്പ് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ഒരു സെൻസറിൽ സ്ക്രൂ ഡ്രൈവർ വെക്കുമ്പോൾ ഈ ഒരു പമ്പ് ഇവിടെ പമ്പ് ഓഫായി. ഇനി ഒരു സെൻസറിൽ നിന്ന് ഇത് മാറ്റുമ്പോൾ പമ്പ് ഓണായി. ഈ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സോയിലിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളമില്ലാത്ത സമയത്തിൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ പമ്പ് ഓൺ ആവുന്നത്. അപ്പോൾ വെള്ളമുള്ള സമയം ഈ 2 ടെർമിനൽ തമ്മിൽ കണ്ടക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ പമ്പ് ഓഫ് ആവും. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ പ്ലാന്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സർക്യൂട്ട് പവർ ചെയ്യാം. അപ്പോൾ പവർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മോട്ടർ വെള്ളം പമ്പ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ വിട്ടാണ് പമ്പ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണ് ശരിക്കും അങ്ങോട്ട് നനയുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പമ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാട്ടറിൻ്റെ പമ്പിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമുക്കൊരു സെൻസർ മാറ്റി നോക്കുമ്പോൾ ഇവിടെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യുന്നത് കാണാം. സെൻസർ വീണ്ടും വെക്കുമ്പോൾ വെള്ളം നിന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സെൻസർ എടുത്തപ്പോൾ വെള്ളം പമ്പാവുന്നു. ഇപ്പോൾ വീണ്ടും വെച്ചപ്പോൾ വെള്ളം നിന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് വാടാതെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാത്തു സൂക്ഷിച്ചോളും.